എൻ്റെ പേര് മഹേശ്വരി സതീശൻ. എനിക്ക് വയസ്സ് 59. കണ്ടാ പറയത്തില്ലല്ലേ, ഞാൻ തേക്കുന്നതേ നിന്ന് കുണുങ്ങാതെ എണ്ണയാ. പിന്നെ തേക്കുന്നത് രാമൻ്റെ അച്ഛനൊക്കെ തേച്ച ഒരു സോപ്പില്ലേ, രാമച്ച സോപ്പ്. പിന്നെ ഞാനിവിടെ വന്ന് എൻ്റെ കുളിയുടെ കാര്യം പറയാനൊന്നും അല്ല കേട്ടോ. സ്ത്രീ പുരുഷ സമത്വം. സ്ത്രീ അബലയാണ്, ചബലയാണ്, ചെണ്ടയാണ്, മദ്ദളമാണ്, മൃദംഗമാണ്. ഇതൊന്നും അല്ല കേട്ടോ. ഇന്ന് ട്രാക്ടർ ഓടിക്കുന്നു, ടിപ്പർ ഓടിക്കുന്നു, ട്രില്ലർ ഓടിക്കുന്നു. ഇന്ന് അവൾ ഓടിക്കാത്ത വണ്ടികളൊന്നുമില്ല. കെട്ടിക്കയറി ചെല്ലുന്ന വീട്ടിൽ അവൾ ആദ്യം അമ്മായിയമ്മേനെ ഓടിക്കുന്നു, പിന്നെ നാത്തൂമാരെ ഓടിക്കുന്നു, പിന്നെ ഇച്ചിരി ഇല്ലാത്ത ഇറക്കമില്ലാത്ത നിക്കറും ഇട്ട് അവള് ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കുന്ന അമ്മായിയപ്പനെ. ആകാശം മുട്ട വിമാനം ഓടിക്കുന്നു. ഇങ്ങേറ്റം തെങ്ങിൻ്റെ മണ്ടയ്ക്ക് വരെ കയറുന്നു. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ആണുങ്ങൾ തളപ്പങ്ങോട്ട് ഇട്ടിട്ട് തവള ചാടുന്ന പോലെ കയറുമെങ്കിൽ പെണ്ണ് ആ മിഷ്യം വെച്ചിട്ട് വെച്ചടി കയറുന്നു. ഈ വസ്ത്രധാരണത്തിലും മുടി നീട്ടി വളർത്തുന്നതിലും ഏതായാലും പെണ്ണും ചെറുക്കനും കെട്ടക്ക് നിൽക്കും. ഒരു ദിവസം വെളുപ്പിനെ 4 മണിക്ക് മുടി നീട്ടി വളർത്തിയ ഒരു രൂപം നടന്നു പോവുമായിരുന്നു. പെട്ടെന്നൊരു ലോറി വന്ന് ബ്രേക്കിട്ട് നിന്നു. ഇതിനെ തട്ടോട് താങ്ങിയെടുത്ത് ലോറിയിലിട്ട്. ഇവരുടെ ഉദ്ദേശം വേറെയായിരുന്നു. ഇട്ട് കഴിഞ്ഞ് മുഖത്ത് നോക്കിയപ്പോഴാണ് നല്ല മീശയും ദീക്ഷയൊക്കെ വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ. ഉടനെ ഈ ലാറി ഇരുന്നവൻ പറയാ, നിനക്കും ഇല്ലേടാ നാറിയ അമ്മയും പെങ്ങന്മാരും വെളുപ്പാൻ കാലമായപ്പോഴത്തേ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഒരടിയും കൊടുത്ത് ആ പാവത്തിനെ പറഞ്ഞിട്ട്. പിന്നെ ഈ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് തോണ്ടലും ചിക്കലും ചൊരടലും ഒക്കെ കേൾക്കാത്ത ആരും ഇല്ലല്ലോ. അങ്ങനെ ഞാനൊരു ദിവസം ഒരു യാത്രയിലായിരുന്നു. ഞാൻ കയറി, എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ ഒതുങ്ങി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടറാ ചെറിച്ചില് തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ പുറം ചൊറിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ നഷ്ടം വരാനാ. ഞാൻ അങ്ങനെ ഇരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ചൊറിച്ചിലിപ്പോൾ ഇവിടെയൊക്കെ ചൊറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മോൻ്റെ അത്രയേ ഉള്ളൂ. വേറെ മോനെ ആ ചൊറിയുന്നതിൻ്റെ ഒരു ഇച്ചിരി മുമ്പോട്ടൊന്നും നല്ലപോലെ ഒന്ന് ചൊറിഞ്ഞ. ചേച്ചിക്കാണെങ്കിലേ ഈ കൈ അങ്ങോട്ട് എത്തുന്നില്ല, കൈക്ക് വേദനയുണ്ടേ, നല്ലപോലെ ചൊറിഞ്ഞതാ. ഏതായാലും മോൻ ചൊറിയുന്നു, ഛേദമില്ലാത്തൊരു ഉപകാരം എന്ന് പറഞ്ഞതല്ലേ ഈ ചെറുക്കൻ. അങ്ങനെ അപ്പം വണ്ടി നിന്നു. ഇവൻ കൂസലില്ലാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ എൻ്റെ വീടിനടുത്ത് ഒരു ഇറച്ചിക്കടയുണ്ട്. ഈ ഇറച്ചിക്കട അപ്പം എൻ്റെ പേരക്കുട്ടിയുടെ പേര് ആദിദേവെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആദിക്കുട്ടാ 1 കിലോ ഇറച്ചി ഇങ്ങോട്ട് മേടിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മമ്മ ഞാൻ പോകത്തില്ല അമ്മമ്മ, എനിക്ക് ആങ്കിളിനെ കണ്ടാൽ പേടിയാണ്. അയാളെങ്ങനെ നല്ല വയറും വെച്ച് നല്ല കൊമ്പമീശയും വെച്ച് കണ്ട ഒരു ഭീമനെ പോലെ തോന്നും. ആ ഇറച്ചി വെട്ടുന്ന കത്തിയും പിടിച്ച് എപ്പോഴും നിൽക്കോട്ടെ. ഈ കത്തിയൊന്നും താഴെ ഇടുകയല്ലേ ഇയാൾ. അപ്പോൾ എന്നാൽ അമ്മാമ്മ പോകാൻ പനെ, എനിക്ക് അങ്ങനെ പേടിയാന്ന് അവനെ പറഞ്ഞു കഴിഞ്ഞു. പോകാൻ പനെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇറച്ചി കിലോയ്ക്ക് എത്രയാ? അപ്പോൾ ഇയാൾ പറയുന്നേ, 350 രൂപ. ചേച്ചിക്ക് എത്ര കിലോ വേണം? ഞാനങ്ങ് അതിശയിച്ചു പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീ പുരുഷ സമത്വം. അപ്പം ഈ സൗണ്ടിൻ്റെ കാര്യത്തിലും സ്ത്രീയും പുരുഷനായിട്ട് ഏകദേശം ഇത്തിരി സാമ്യമുണ്ട്. പിന്നെ പണ്ട് കാലം മുതലുള്ളതാണ് ഈ മദ്യപിച്ചിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ ഭാര്യമാരെ എടുത്തിട്ട് അടിക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ കുടിച്ചിട്ട് വരുമ്പം തന്നെ ചേച്ചിയുടെ അപ്പനെ അമ്മേനെ ഒക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടേ വരുള്ളൂ. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ചേച്ചിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കയറും ഇത് കേൾക്കുമ്പോൾ. അപ്പം ചേച്ചി എന്ത് ചെയ്യുമെന്നറിയോ, അങ്ങോട്ടും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോൾ ഈ ചേട്ടൻ ചേച്ചിയെ കുനിച്ച് നിർത്തി നല്ല ഇടി കൊടുക്കും. ഇത് ആദ്യമൊക്കെ ഈ ചേച്ചിക്ക് വലിയ വിഷമം കരച്ചില്ല. പിന്നെ ചേച്ചിക്ക് ഈ ഇടി കൊള്ളുന്ന ഒരു ഹരമായി. ഈ ഇടി കൊള്ളാതെ ഈ ചേച്ചിക്ക് ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ചേട്ടൻ ഒരു ദിവസം വന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു റിയാക്ഷനില്ല. ചേട്ടൻ നേരെ അകത്തേക്ക് പോയി കിടക്കുന്നു, പുതച്ചുകൂടി കിടക്കുന്നു. അപ്പം ചേച്ചി, എനിക്ക് ഇടി ഇപ്പം കിട്ടും. എവിടെ ചേച്ചി നോക്കിയപ്പോൾ അരകല്ലിൻ്റെ അമ്മിക്കുഴ കിടക്കുന്നത്. പുള്ളിക്കാരി അതങ്ങോട്ട് എടുത്തിട്ട് പെരയുടെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിന്നപ്പോൾ പുള്ളിക്കാരിയുടെ വായിലുണ്ടല്ലോ ഏപ്പടത്തിൻ്റെ ഡയലോഗ്, പിന്നെ നമ്മൾ മണിയറ കാണാത്തവരാരും ഇല്ലല്ലേ. അപ്പോൾ വിവാഹം കഴിച്ചവരെല്ലാവരും മണിയറ കാണും. അപ്പോൾ ഈ മണിയറയിൽ നമ്മൾ ഈ മണവാളൻ ഇങ്ങനെ കയ്യിൽ മുല്ലപ്പൂവും ഒക്കെ ചുറ്റി ഇവിടെ സ്പ്രേ വേണമെങ്കിൽ വായിൽ സ്പ്രേ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മണവാട്ടി പതുക്കെ കുണുങ്ങി അതിൻ്റെ കൂട്ടുകാരത്തികൾ വന്ന് അതിനെ അങ്ങോട്ട് തള്ളും. ഈ മണവാളൻ പാല് കൊടുത്താലേ ഊച്ചത്തുള്ളൂ. ഇത് നേരെ തിരിച്ചാകാമല്ലോ. ഈ മണവാളം കുണുങ്ങി വന്ന് മണവാട്ടിക്ക് പാല് കൊടുത്ത് മണവാട്ടി കുടിച്ചതിൻ്റെ ബാക്കി മണവാളിനെ കുടിച്ചാൽ എന്താ, അവിടെ ഒരു സമത്വം കൊണ്ടുവരണം. നിങ്ങൾ കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെച്ചോളാം.
അപ്പം ഈ മണിയറയുടെ കൺട്രോള് എപ്പോഴും മണവാട്ടിയുടെ കയ്യിരിക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ ആദ്യ രാത്രിയുടെ കാര്യം പറയണമല്ലോ. എൻ്റെ ആദ്യ രാത്രി ഈ പുള്ളിക്കാരന് ചെറിയ വിക്കുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല കേട്ടോ. മിണ്ടയ്ക്ക് പണി വളിയേനെ ഇല്ല, ഇങ്ങനെ ഇരിക്കുക, ഇളിഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ രാത്രി ഞാൻ കയറി ചെന്നു. ഞാൻ കട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ്റെ തോളെ കൈവച്ചിട്ട് ഊ ഊ ഊ ഊ ഊ. അപ്പോൾ എനിക്കൊന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓർത്ത് ഉറങ്ങാൻ പറയുമായിരിക്കുന്നു. ഉറങ്ങിക്കോ എന്ന് പറയാമായിരിക്കും. ഞാൻ തലയാട്ടി ഞാൻ ആ കട്ടിലിൻ്റെ അടുത്ത് ആദ്യമായിട്ടല്ലേ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ പതുക്കെ ഒന്ന് കിടന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യ രാത്രി ശൂന്യമായിപ്പോയി. രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ചേട്ടാ എന്നോട് ചോദിച്ചത്? അതാ ഉമ്മ തരുമോന്ന് ചോദിച്ചതാ. അന്നെനിക്കിത് മനസ്സിലായല്ലോ, ഞാനൊട്ട് ഉമ്മ കൊടുത്തുമില്ല. ഇന്ന് ഇപ്പോഴും ദേ ആ ഉമ്മയും ചോദിച്ചോണ്ട് പുള്ളിക്കാരൻ എൻ്റെ പുറകെ നടക്കുക. സ്ത്രീകളുടെ സ്വത്താണല്ലോ പേറും പേറ്റുനോവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലേബർ റൂമിൽ ഭാര്യ കിടന്ന് കുത്തിമറിയും വേദന എടുത്ത്. പക്ഷേ ഈ ഭർത്താവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചുമ്മാ ഇങ്ങനെ ഒലാത്തുക. ടെൻഷൻ കാണുമായിരിക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ ഒരു പല്ലുവേദനയെങ്കിലും വരാൻ പാടില്ലേ? അല്ലേ, ഒരു പല്ലുവേദനയെങ്കിലും വന്ന് അങ്ങനെ ഒരു സമത്വം വേണം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പല്ല് പറിക്കുമ്പോൾ വേദന മാറി, പ്രസവിച്ചു കഴിയുമ്പോൾ പ്രസവനെ മാറി. അപ്പം രണ്ടും ഒരു തുല്യതയിൽ വന്നു. പിന്നെ വേണമെങ്കിൽ പറയാം, നമ്മുടെ അമ്മമാർ മക്കൾ കുസൃതി കാണിക്കുമ്പോൾ പറയും, എടാ നിന്നെ ഞാൻ നൊന്താടാ പ്രസവിച്ചത്. അപ്പം അച്ഛനോടിയെന്ന് പറയാം, നിന്റെ അമ്മ അവിടെ കിടന്ന് നൊന്ത് വെറുമ്പോഴേ ഞാൻ അവിടെ നിന്ന് പല്ലുവേദന എടുത്ത് കുത്തി മറിയായിരുന്നടാ എന്ന് പറയാം. പ്രസവിച്ച് കഴിഞ്ഞാലാ ഉടനെ ഫോണെടുത്ത് വിളിക്കുക, ഹലോ എൻ്റെ ഭാര്യ പറ്റടാ സുഖപ്രസവം. ഇതെങ്ങനെ പറയാൻ പറ്റും? ഈ പ്രസവം എന്ന് പറയുന്നത് ഇറച്ചിയും പൊറോട്ടയും തിന്നുന്ന പോലെയാണോ? ഈ പ്രസവവേദന എടുത്ത് കുത്തി മറിയുന്ന ആ പാവത്തിൻ്റെ വേദനയ്ക്ക് യാതൊരു വിലയില്ല. ഇനി പ്രസവിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ, ഈ ഭർത്താവ് എന്ന് പറഞ്ഞ കക്ഷി ഈ കട്ടിലിൻ്റെ ചുറ്റൂന്ന് മാറത്തില്ല. ഈ പെറ്റ വീടിൻ്റെ വീട്ടിൽ ഇങ്ങനെ പങ്ങി നിൽക്കുക. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അല്ല, നിർത്തത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ പെറ്റ പെണ്ണിൻ്റെ അടുത്ത് വരാൻ പാടില്ലെന്നുള്ളത്. ഏതായാലും 3 മാസം കഴിയണം 144 പ്രഖ്യാപിക്കുന്ന പോലെ. അത് കഴിഞ്ഞ് കയറാൻ പാടുള്ളൂ. പിന്നെ എൻ്റെ ഒരു അനിയത്തിയുടെ പേര് ശ്യാമളയെന്ന, അനിയൻ്റെ പേര് സുഗുണൻ. അപ്പോൾ ഈ ശ്യാമള പെറ്റു കിടക്കുന്ന മുറിയിൽ നിന്ന് സൂണൻ എന്ത് ചെയ്താൽ മാറത്തില്ല. അപ്പം എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഒരു ഇച്ചിരി ചിട്ടയും വട്ടവും അന്ധവിശ്വാസമൊക്കെയുള്ള അമ്മയാണ്. അപ്പോൾ അമ്മ ഇതിലേ വരുമ്പോഴത്തേക്ക് സുഗുണൻ ഇതിലേ മാറി ശ്യാമളയെ ഒളിച്ച് മറിഞ്ഞ് നിൽക്കും. അപ്പോൾ ശ്യാമള എങ്ങോട്ട് പോയി കഴിയുമ്പോൾ ശ്യാമളയുടെ കൈവിരൽ വെച്ചൊടിക്കുക, സ്നേഹം കാണിക്കുക, ഇങ്ങനെ ഭാര്യയുടെ കയ്യിൽ പിന്നെ തലയിലേക്ക് ഇങ്ങനെ മാടുക. ഇതൊക്കെയാണ് സുഗുണൻ്റെ പണി. അപ്പോൾ ഇതൊക്കെ കാണാം. അമ്മയ്ക്കാണെങ്കിൽ ആവശ്യം കയറും. അമ്മ സുഗുണാ ഇറങ്ങിപ്പോടാ അങ്ങനെ പറഞ്ഞ് അങ്ങനെ സുഗുണൻ പിണങ്ങി അങ്ങ് പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ കൊച്ചിനെ തള്ളേനെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ അനക്കവും ഇല്ല, ആവിയില്ല. പിന്നെടാ കേൾക്കുന്നു ശ്യാമള 3 പ്രാവശ്യം ഇരട്ട വിറ്റ്. പിന്നെ ഈ കൊച്ച്. അപ്പം അങ്ങനെ ചിരട്ടയെന്ന് ആഴിയും പോലെ 7 മക്കള് എൻ്റെ അനിയത്തിക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അടി എന്തുവാടി ഇത്? ചേച്ചി അതെ എൻ്റെ അമ്മയോടുള്ള കലിപ്പ് തീർത്തതാ ചേട്ടൻ. 7 മക്കളെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീ സമത്വമാണ്. അത് കുറച്ച് കാര്യങ്ങളിൽ കിട്ടുന്നത്. എന്തായാലും നമുക്ക് ആണുങ്ങളുടെ കൂടെ കടപിടിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് കാര്യങ്ങൾ കിട്ടും. പിന്നെ ഉള്ളതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുള്ളൂ. നമസ്കാരം.